നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് 2025 നവംബർ മാസം 13-ാം തീയതി, അതായത് 1201 തുലാമാസം 27-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:23 അസ്തമയം വൈകിട്ട് 5:54 ആകുന്നു. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാണ്. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം. നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകൻ നക്ഷത്രം. അത് ചോറൂണായാലും എല്ലാ ശുഭകാര്യങ്ങളായാലും യാത്രയായാലും വിവാഹ വിഷയത്തിലും മകൻ നക്ഷത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മകൻ നക്ഷത്രത്തിന് ഗണ്ടാന്തമുള്ള നക്ഷത്രമാണ്. അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക നാം ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാറില്ല. ഒരു നക്ഷത്രം എന്നാൽ 60 നാഴികയാണ്, 24 മണിക്കൂറാണ്. ആദ്യത്തെ 15 നാഴിക എന്നാൽ ആദ്യത്തെ 6 മണിക്കൂറുകൾ. പക്ഷേ പലപ്പോഴും അത്ര സമയം നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് ആദ്യത്തെ 3:45 നാഴിക നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല എന്ന് അറിയുക. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും സാമ്പത്തികമായ വിഷയങ്ങൾക്ക് നാം ഉപയോഗിക്കാത്ത ഒരു തിഥിയാണ് നവമി. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും അതിനെ രിക്തതിഥി എന്ന് പറയും. ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14 ഇതൊക്കെ ഒഴിഞ്ഞ തിഥികളാണ്. നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാത്ത തിഥികളാണ്. തിഥി ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. പഞ്ചാംഗങ്ങളിൽ ആദ്യം ചർച്ച ചെയ്യുന്നതാണ് തിഥി. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥിയെപ്പറ്റി കേൾക്കുമ്പോൾ സമ്പത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒഴിഞ്ഞ തിഥിയാകയാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്കൊന്നും നാളത്തെ ദിനം അത്ര ശുഭകരമല്ല എന്നറിയുക. എങ്കിലും വ്യാഴാഴ്ചയാണ്, ഇവിടെ ശക്തമായി മകൻ നക്ഷത്രമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ല ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നാളെ 11:10 മുതൽ 12:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ നിങ്ങൾ നിർബന്ധമായും സന്ദർശിക്കേണ്ടത് മകൻ നക്ഷത്രമാകയാൽ നാഗക്ഷേത്രത്തിലാണ്. അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. രാഹുവിൻ്റെ പുച്ഛം വാലാകുന്നു കേതു. അതിനാൽ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ഇതൊക്കെ ചെയ്യുന്നത് നാളത്തെ ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പ സംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ പര്യാപ്തമാണ്. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തി എന്നാണ് പ്രമാണം. നല്ല സന്താനങ്ങൾക്കും ആരോഗ്യത്തിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അശ്വതി മകം മൂലം നക്ഷത്രങ്ങളും അപ്രകാരം തന്നെ രാഹു ഭരിക്കുന്ന തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാരും വളരെയധികം ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് നാഡീ ഞരമ്പുകളെയാണ്, ന്യൂറോ ബേസ്ഡ് രോഗങ്ങളെയാണ്. പലപ്പോഴും ബാലൻസുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അശ്വതി നക്ഷത്രത്തിൽ പെട്ടാൽ നിർബന്ധമായും മേടൻ രാശിയാണ്. കാൽമുട്ടുകൾക്കാണ് അവർക്ക് ബലക്കുറവ് വരിക. കാൽമുട്ടുകളുമായി ബന്ധപ്പെടുന്ന നാഡീ ഞരമ്പുകൾക്കുള്ള തളർച്ചകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നതാണ്. അതിനാൽ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.